ഹായ് എവരിബഡി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കൂടുതൽ ഷെയർ ചെയ്യുന്ന ആളെ ഞാൻ വന്ന് കാണുന്നു. അപ്പോൾ ഷെയർ ചെയ്യുന്നതോ കാണുന്നതോ ഒന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. എന്നെപ്പോലെ അനുഭവിക്കുന്ന ഒരുപാട് ലേഡീസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴീ വീഡിയോ ഇടുന്നത് എന്തിനാണെന്നറിയോ? രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനോ പോലീസിനോ വെച്ച് ആക്രമിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരും ഒരുപാട് ലേഡീസ്, ആണുങ്ങളെ കാര്യമല്ല ഞാൻ പറയുന്നത്, ലേഡീസ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. അപ്പം അങ്ങനെയുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടണം, നമുക്ക് എല്ലാവർക്കും കൂടി സൗകര്യമുള്ളൊരു സ്ഥലത്ത് കൂടണം, നീതിക്ക് വേണ്ടി പോരാടണം. നമുക്ക് വേണ്ടി വന്ന ഇലക്ഷനൊക്കെ നേരിടണം. ലേഡീസ് ഇലക്ഷനെ നേരിടണം. അത് നമ്മൾ സമൂഹത്തിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ പ്രസ്ഥാനം തന്നെ, ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് ഏത് രാഷ്ട്രീയം എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് നമുക്ക് മനുഷ്യത്വത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു കണിക തരാത്ത സംവിധാനത്തിനെ നമ്മൾ എതിർക്കണം. സത്യത്തിൻ്റെ കൂടെ നിൽക്കാത്ത സംവിധാനത്തെ നമ്മൾ ശക്തമായി എതിർക്കണം. അതിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ലേഡീസ് എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നൊരു ഇത് വന്നതേ ഉള്ളൂ. ഞാൻ വോയിസൊക്കെ ഉണ്ട്, കേൾപ്പിച്ചു തരാം. അപ്പം വേറൊരു ലോങ് വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ട് അതിൽ നമ്പർ ഉണ്ട്, എന്നെ വിളിച്ചാൽ മതി. സോറി, എന്നെ ആരും വിളിക്കരുത്, ഓൺലി വാട്സപ്പ് ഓൺലി. 9947086657. രാഷ്ട്രീയക്കാരെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ പറ്റാത്ത ലേഡീസ് അവരാണല്ലോ ബാക്കി. അതൊരു ചെയിൻ സർവീസാണ്. രാഷ്ട്രീയക്കാർ തന്നെയാണ് പോലീസിനെയും സംവിധാനത്തിനെയും എല്ലാം നിയന്ത്രിക്കുന്നത്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി സത്യം അല്ലാതെ അനധികൃതമായിട്ട് ദ്രോഹിക്കുന്ന, നമ്മളെ സ്വാതന്ത്ര്യത്തിനെ അടിച്ചമർത്തുന്ന, വീട്ടിലിടുന്ന, പുറത്തിറങ്ങാൻ പറ്റാത്ത പീഡനം അനുഭവിക്കുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ 9947086657 വിളിക്ക്. നമുക്ക് ഒരുമിച്ച് പോരാടാം. ഒട്ടും നമ്മൾ പിന്നോട്ട് നിൽക്കരുത്. നമ്മൾ നിയമം മൂലമല്ല നേരിടേണ്ടത്, പരസ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങണം, പരസ്യമായിട്ട് അറിയിക്കണം പബ്ലിക്കിനെ, എന്നിട്ട് നിയമത്തിലേക്ക് പോകണം.